ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എനിക്കല്ല എന്നോട് പറഞ്ഞ പാർവതി, ഈ ജോലി രാജിവെച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തിനാ ജോലി രാജിവെക്കുന്നത്? നന്ദന് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാ ഞാൻ ആവശ്യപ്പെട്ട സാലറി കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. വലിയ ഇടപെടലുകളൊന്നുമില്ല. നന്നായി സഹകരിക്കുന്ന ലേബേഴ്സാണ് എന്റെ കീഴിലുള്ളത്. എനിക്ക് പ്രഷറോ ടെൻഷനോ ഒന്നുമില്ല. ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാ. പക്ഷേ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, എന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പാർവതിയോട് കരുണാകര സാറ് കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് എന്റെ തലയിലെഴുത്താ. നന്ദൻ ജോലി രാജിവെച്ച് എവിടെന്ന് പോയാൽ എന്റെ തലവര മാറുവോ? മാറും. ഞാൻ ജോലി രാജിവെക്കുന്നത് വീട്ടിൽ പോയി വെറുതെ ഇരിക്കാനല്ല. ഇതിനേക്കാളും നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാ. ജോയിൻ ചെയ്യുമ്പോൾ എന്റെ കൂടെ ഒരാൾ കൂടി ആ കമ്പനിയിൽ ജോയിൻ ചെയ്യും. അതാരാണെന്നറിയൂ? പാർവതി തന്നെ. പാർവതിക്ക് ഞാൻ ആ കമ്പനിയിൽ വാങ്ങി തരാൻ പോകുന്ന ജോലി എന്താണെന്ന് ചോദിക്കേ. ടൈലർ. പാർവതി ഈ കമ്പനിയിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പാർവതിക്ക് അല്പം ആശ്വാസം ലഭിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടുമുണ്ട്. കൈലാഷ് സാറിനോട് പറഞ്ഞ് ആ ട്രോളി വാങ്ങി തന്നതൊക്കെ അതിനു വേണ്ടിയാണ്. പക്ഷെ ഒരു സൂപ്പർവൈസർക്ക് അതിൽ കൂടുതൽ അധികാരങ്ങളൊന്നും ഇല്ലല്ലോ പാർവതി. അതുകൊണ്ട് എനിക്ക് ചെയ്തു തരാൻ കഴിയുന്ന സഹായങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. വന്ന ദിവസം തന്നെ കരുണാകര സാർ പാർവതിയുടെ കയ്യിൽ വെച്ച് തന്ന ചൂലും തുടപ്പിയും അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പാർവതി എന്റെ കൂടെ വരണം. എന്നിട്ടൊരു ദിവസം പാർവതി ഇവിടേക്ക് തിരിച്ചു വരും. ജോലിക്കല്ല. നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ തോറ്റുപോയില്ലെന്ന് ആ കരുനാഗത്തിന്റെ മുഖത്ത് നോക്കി പറയാം. അയാള് പാർവതിയോട് കാണിച്ച ക്രൂരതകളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് അയാൾക്ക് തിരിച്ചടി നൽകാൻ. പാർവതി പഴയ പാർവതിയല്ലെന്ന് അയാൾക്ക് ബോധ്യമാക്കി കൊടുക്കാൻ. ഇനി ഒരിക്കലും പാർവതിയുടെ കണ്ണ് നിറയില്ല. നിറയാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദനാ പറയുന്നേ. ബാക്കി എല്ലാവരും എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. PKR സാറും കൈലാഷ് സാറും പ്രിയൻ ചേട്ടനും മോഹൻ ചേട്ടനും ജയന്തി ചേച്ചിയും സൗന്ദര്യയും എല്ലാവരും. ഇപ്പോ നന്ദനും. കരുണാകരൻ സാറ് എന്നോട് ദുഷ്ടത്തരം കാണിക്കുമ്പോഴെല്ലാം ഞാൻ എന്നെ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങൾ ഓർക്കും. എനിക്കിവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ അത് മതി. പക്ഷെ പാർവതി, നന്ദൻ എന്നെക്കുറിച്ച് ചിന്തിച്ചല്ലോ, അതിനെനിക്ക് നന്ദിയുണ്ട്. നന്ദൻ പറഞ്ഞതുപോലെ മറ്റൊരു കമ്പനിയിൽ ഞാൻ ടൈലറായിട്ട് പോയാ കരുണാകരൻ സാറിന് മുന്നിൽ ഞാൻ ജയിക്കില്ല. ഇവിടെ തന്നെ പിടിച്ചു നിന്ന് ഇവിടെ തന്നെ ടൈലർ ജോലിയിൽ കയറി കഴിയുമ്പോഴാ കരുണാകരൻ സാറിന്റെ മുന്നിൽ ഞാൻ ജയിക്കുക. കരുണാകരൻ സാർ മാത്രമാണ് പാർവതിയുടെ ശത്രു എന്നാണോ പാർവതി വിശ്വസിച്ചിരിക്കുന്നത്? കരുണാകരൻ സാറ് പാർവതിയോട് ക്രൂരത കാണിക്കുമ്പോൾ അയാളോടൊരക്ഷരം എതിര് പറയാൻ കഴിയാതെ പാർവതി കരയുമ്പോൾ അത് കണ്ട് മനസ്സിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരാളിവിടെ ഉണ്ട് പാർവതി. ഒരു കണക്കിന് പറഞ്ഞാൽ അയാളാണ് പാർവതിയുടെ യഥാർത്ഥ ശത്രു. ആളാരാണെന്ന് മനസ്സിലായോ? പ്രിയൻ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചു നോക്കിയാൽ പാർവതിക്കത് മനസ്സിലാവും. പാർവതി തയ്യൽ മെഷീന് മുന്നിൽ ഇരിക്കുന്നത് കാണാൻ കരുണാകര സാറിന് ഇഷ്ടമല്ലെന്ന് പ്രിയൻ അറിയാം. എന്നിട്ടും ഷേർലിയുടെ മെഷീനിൽ തയ്ക്കാൻ അവൻ നിന്നെ നിർബന്ധിച്ചു. കരുണാകര സാറ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് മോഹനും ജയന്തിയും മറ്റെല്ലാവരും പറഞ്ഞിട്ടും പാർവതി ഇത് ചെയ്തേ പറ്റൂന്ന് അവൻ വാശി പിടിച്ചു.
കരുണാകരൻ സാർ സമ്മതിക്കാതെ തയ്യൽ മെഷീനിൽ ഇരിക്കില്ല എന്ന് പാർവതി പറഞ്ഞിട്ട് പോലും പ്രിയൻ കടുംപിടുത്തം പിടിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നെന്നറിയൂ? കരുണാകരൻ സാർ പാർവതിയെ മെഷീന്റെ മുമ്പിൽ നിന്ന് എഴുന്നേപ്പിച്ചു വിടുന്നത് കാണാൻ, അയാള് പാർവതിയെ വഴക്ക് പറയുന്നത് കേൾക്കാൻ, പാർവതി കരയുന്നത് കണ്ട് സന്തോഷിക്കാൻ. സാഡിസ്റ്റാണ് അയാള്, മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്നവൻ. അവനെ വിശ്വസിക്കരുത് പാർവതി. അവന്റെ പൊയ്മുഖം പാർവതി തിരിച്ചറിയണം. ഞാൻ കരയുന്നത് കാണാനല്ല, ഞാൻ സന്തോഷിക്കുന്നത് കാണാനാ എന്നോട് തയ്യൽ മെഷീന്റെ മുൻപിലിരിക്കാൻ പ്രിയൻ ചേട്ടൻ പറഞ്ഞത്. കരുണാകരൻ സാറ് എന്നെ മെഷീന്റെ മുൻപിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോ എല്ലാവരോടും ജോലി നിർത്തിവെക്കാൻ പറഞ്ഞ ആളാ പ്രിയൻ ചേട്ടൻ. പ്രിയൻ ചേട്ടന്റെ മനസ്സ് ഇന്നലെ വന്ന നന്ദന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ആ മനസ്സിലെ നന്മയും സ്നേഹവും എനിക്കറിയാം. അയ്യോ പാർവതി, അതാണ് അവന്റെ മിടുക്ക്. മനസ്സിൽ ദുഷ്ടത്തരം വെച്ചുകൊണ്ട് പുറമെ സ്നേഹം കാണിക്കാൻ അവന് കഴിയും. അതൊരു വല്ലാത്ത കഴിവ് തന്നെയാ. പ്രിയൻ ചേട്ടനെ കുറിച്ച് ഇങ്ങനൊന്നും പറയുന്നത് എനിക്കിഷ്ടല്ല.